നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പൂരങ്ങളുടെ പൂരമായി തൃശൂർ പൂരം കാണാൻ ജനലക്ഷങ്ങൾ വടക്കുംനാഥന് ചുറ്റുമൊഴുകിയെത്തി. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാവായിരുന്ന PS മോഹൻദാസ് അനുസ്മരണം SAA ആസാദ് ഉദ്ഘാടനം ചെയ്തു. സ്വർണം പവന് ഇന്ന് 2000 രൂപ വർദ്ധിച്ച് 72,200 രൂപയിലെത്തി. പൂരദിവസം KSRTC പ്രത്യേകമായി സർവീസ് നടത്തുന്നു. സ്ഥിരം സർവീസിന് പുറമെയാണ് സ്പെഷ്യൽ സർവീസുകൾ. വിശദമായ വാർത്തകളിലേക്ക്. CTVയുടെ എല്ലാ പ്രേക്ഷകർക്കും തൃശൂർ പൂരം ആശംസകൾ. പൂരാവേശത്തിലാണ് ശക്തന്റെ തട്ടകം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം കാണാനുള്ള ആവേശത്തിലാണ് പൂരപ്രേമികൾ. പൂരാവേശം കൊടുമുടി കയറ്റി തേക്കിൻകാട് മൈതാനത്തും രാജവീഥിയിലും ആനകൾക്കും മേളങ്ങൾക്കുമൊപ്പം വൻ ജനാവലിയായിരുന്നു ശക്തന്റെ തട്ടകത്തിലെത്തിയത്. രാവിലെ 5 മണിയോടെ കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാട് ആരംഭിച്ചു. 7:30യോടെ തെക്കേ നടവഴി വടക്കുംനാഥനിലെത്തി പൂരച്ചടങ്ങിന് തുടക്കമായി. ഘടകപൂരങ്ങൾ ഓരോന്നായി വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലെത്തി. പൂരദിനത്തിൽ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്ന് ആദ്യം എത്തുന്നത് കണിമംഗലം ശാസ്താവാണ്. ഐതിഹ്യപ്രകാരം വടക്കുംനാഥനേക്കാൾ പ്രായമുള്ളതിനാൽ വെയിലും മഴയും ഏൽക്കാതെ നേരത്തെ എത്തി തെക്കേ ഗോപുര നടവഴി വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. പനമുക്കുംപുള്ളി, ചെമ്പൂക്കാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് എന്നീ ദേശങ്ങളുടെ ഘടകപൂരങ്ങളും എത്തി. പനമുക്കുംപുള്ളി ശാസ്താവും ചെമ്പൂക്കാവ് ഭഗവതിയും വടക്കുംനാഥന്റെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ചു. പൂരപ്രേമികൾ നിറഞ്ഞൊഴുകി. ഉച്ചച്ചൂട് മൂർധന്യത്തിലെത്തി തുടങ്ങുമ്പോൾ തന്നെ പഴയ നടക്കാവിലെ മഠത്തിൽ വരവ് പഞ്ചാമൃതമായി. പൂജകൾക്കു ശേഷം ഭഗവതിക്ക് മുന്നിൽ 11:30യോടെ തിമിരതാളം മഠത്തിന് മുന്നിൽ ആകാശം തൊട്ടു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം വിരൽ വായുവിൽ തുള്ളിച്ച് ആസ്വാദനത്തിന്റെ പുതിയ ലോകം തേടി. കോങ്ങാട് മധുവിന്റെ പ്രാമാണികത്വത്തിലാണ് ഇത്തവണ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യമായിരുന്നത്. മണിക്കൂറുകൾ നീണ്ട പഞ്ചവാദ്യ പെരുമഴയ്ക്ക് ആയിരങ്ങൾ സാക്ഷിയായി. പഞ്ചവാദ്യം ആരംഭിക്കുന്നതിന് മുൻപ് മഠത്തിലെ അരയാലിനു ചുറ്റും സമീപത്തെ കെട്ടിടങ്ങളിലും 100 കണക്കിന് പേർ തിങ്ങി നിറഞ്ഞു. തിരുവമ്പാടിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനും മഠത്തിലേക്കുള്ള വരവിനും അകമ്പടിയായി ദേശക്കാരുടെ വൻ സംഘമുണ്ടായിരുന്നു. പാറമേക്കാവിലമ്മയെ ഗുരുവായൂർ നന്ദന്റെ ശിരസിലേറ്റി പുറത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നപ്പോൾ കിഴക്കൂട്ട് അനിയന്മാരാർ പാണ്ടി പതിവിലും നീട്ടി കൊലുമ്പി. സംഗീതമധുരമായി ചെമ്പട കേൾക്കാൻ മാത്രമെത്തിയവർക്ക് മധുരം തന്നെയായിരുന്നു അത്. ഇലഞ്ഞിത്തറയിൽ കിഴക്കൂട്ടിന്റെ പാണ്ടി രൗദ്രഭാവത്തിലായിരുന്നു. തൊട്ടു പിന്നാലെ തിരുവമ്പാടിയുടെ വരവിന്റെ ഭാഗമായ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പാണ്ടി വടക്കുംനാഥ ശ്രീമൂലസ്ഥാനത്ത് കലാശിച്ചു. കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലിപ്പിരിയൽ വരെ ഏകദേശം 200 മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന അതിവിശിഷ്ടമായ ദൃശ്യശ്രാവ്യ അനുഭൂതിയാണ് തൃശൂർ പൂരം. എല്ലാറ്റിനും സാക്ഷിയായി വടക്കുംനാഥൻ നിലകൊള്ളുമ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ പ്രധാനമായും 2 ദേശങ്ങളിലെ ദേവന്മാരും പങ്കുകൊള്ളുന്ന പൂരാഘോഷങ്ങളിലൂടെ വ്യക്തി മനസ്സിലും സമൂഹ മനസ്സിലും സാമൂഹീകരണ പ്രക്രിയയും ആത്മീയ ഉത്കർഷവും സാധ്യമാകുന്നു. 10 തട്ടകങ്ങളിൽ ദേവീദേവന്മാർക്കും എഴുന്നള്ളിപ്പിനും വേണ്ടി ദേശത്തെ ജനങ്ങൾ സമർപ്പിക്കുന്നു. പരസ്പരം സഹകരിച്ച് കെങ്കേമമാക്കുമ്പോൾ സ്വാർത്ഥ ചിന്തകൾ ഇല്ലാതാകുന്നു. ദേവീദേവന്മാരെ നിമിത്തമാക്കി അതിഥി ആതിഥേയ സമാഗമങ്ങളിലൂടെ ദേശങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നു. ദേവീദേവന്മാരെ വണങ്ങാനും വാദ്യമേളങ്ങൾ ആസ്വദിക്കാനും എത്തുന്ന പുരുഷാരത്തിലെ ഓരോ വ്യക്തിയിലും അഹങ്കാരം ഇല്ലാതാകുന്നു. സമത്വ മനോഭാവവും കൈവരുന്നു. എല്ലാറ്റിനും സാക്ഷിയായി ഒരാൾ അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുകയും വിനയത്തോടും ലാളിത്യത്തോടും കൂടി ജീവിതം നയിക്കണമെന്നുള്ള കാഴ്ച വികസിക്കുകയും ചെയ്യുന്നു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് അടിസ്ഥാനമായ സനാതന ധർമ്മചിന്തയെ പുനസ്മരിക്കാനും സുദൃഢമാക്കാനും സാഹചര്യമുള്ള ഒരു വേളയാണിത്.
4000-ലധികം സേനാംഗങ്ങളുടെ കരുതലോടെ പൂരനഗരി സുസജ്ജം. പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സുരക്ഷാ വിന്യാസം സജ്ജമാക്കി. 35 ഡിവിഎസ്പിമാർ, 70 ഇൻസ്പെക്ടേഴ്സ്, 330 സബ് ഇൻസ്പെക്ടർമാർ, 3400 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, 200 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ, 4000 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. കൂടാതെ NDRF, തണ്ടർബോൾട്ട്, അർബൻ കമാൻഡോസ് എന്നിവരുടെ സേവനവുമുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പൂരം വെടിക്കെട്ട് സുരക്ഷിതമായ ദൂരപരിധി പാലിച്ച് പൊതുജനങ്ങൾക്ക് വീക്ഷിക്കാൻ സൗകര്യമൊരുക്കി. ചെറുപൂരങ്ങൾക്ക് ചടങ്ങുകൾ തടസ്സമില്ലാതെ പൂർത്തീകരിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചെറുപൂരത്തിനൊപ്പം ഡ്യൂട്ടിക്കാർ കൂടാതെ ഓരോ ലെയ്സൺ ഓഫീസറും ഉണ്ട്. കുറ്റകൃത്യങ്ങൾ തടയാനും കണ്ടെത്താനും പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ സമയക്രമം ഉറപ്പുവരുത്താനും പൂരനഗരിയിലെ CCTV എണ്ണം 250-ൽ നിന്ന് 350 ആക്കി. പൊതുജനങ്ങളുടെ വാഹനങ്ങൾക്ക് കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 15 സ്ഥലങ്ങളിൽ നിന്ന് 41 പാർക്കിംഗ് സ്ഥലങ്ങളായി ഉയർത്തി. 3200 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഈ സ്ഥലങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യവുമുണ്ട്. പാർക്കിംഗ് സ്ഥലങ്ങളുടെ ലൊക്കേഷൻ പൊതുജനങ്ങൾക്ക് അറിയാൻ QR കോഡ് സംവിധാനം ഏർപ്പെടുത്തി. ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലമുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾക്ക് മാത്രമായി 9 പാർക്കിംഗ് ഏരിയകൾ സജ്ജീകരിച്ചു. അത്യാഹിത ഘട്ടങ്ങളിൽ ആശുപത്രികളുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ടൗണിലുള്ള 8 ആശുപത്രികളിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സേവനം ഉണ്ടായിരിക്കും. മദ്യപാന പരിശോധന കൂടാതെ MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ പ്രത്യേക ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ഉപയോഗിച്ചുള്ള നിരന്തരമായ പരിശോധനകളും ഉണ്ട്. KSRTCയുടെ സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്നുള്ളത് മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നതിനു ശേഷം പ്രഖ്യാപിച്ചു. തൃശൂർ പൂരം ദിവസങ്ങളിൽ KSRTCയുടെ 65 സ്പെഷ്യൽ സർവീസുകൾ. ഗതാഗത സൗകര്യങ്ങൾ വിലയിരുത്താൻ റവന്യൂ മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വന്നത്. പൂര ദിവസങ്ങളിൽ വൈകിട്ടും വെടിക്കെട്ടിന് ശേഷവും സ്വകാര്യ ബസ് സർവീസുകൾ കുറവുള്ള സ്ഥലങ്ങളിലേക്കും സ്പെഷ്യൽ സർവീസുകൾ ഉണ്ട്. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് KSRTCയുടെ സേവനം. പരമാവധി സർവീസുകൾ നടത്താൻ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും സന്നദ്ധത അറിയിച്ചു. പൂര ദിവസങ്ങളിലെ ഗതാഗത നിയന്ത്രണങ്ങൾ, വാഹന പാർക്കിംഗ് ഉൾപ്പെടെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. രാമനിലയത്തിൽ ചേർന്ന യോഗത്തിൽ ADM മുരളി, സബ് കളക്ടർ അഖിൽ V മേനോൻ, പോലീസ്, RTO, KSRTC, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികൾ എന്നിവരുടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. സുരക്ഷയൊരുക്കാൻ പൂരനഗരിയിലെ കൺട്രോൾ റൂമും മിനി കൺട്രോൾ റൂമുകളും. പൂരനഗരിയിൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ തേക്കിൻകാട് മൈതാനത്ത് പൂര ദിവസം നിരവധി സുരക്ഷാ സജ്ജീകരണങ്ങളോടെ കൺട്രോൾ റൂം സജ്ജമാക്കി. പൊതുജനങ്ങൾക്ക് 048724220003 എന്നീ നമ്പറുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. പൂരദിനത്തിൽ കൺട്രോൾ റൂമിലേക്ക് വരുന്നവർക്ക് നഷ്ടപ്പെട്ട വസ്തുക്കൾ, കൂട്ടം തെറ്റിപ്പോയവരെ അന്വേഷിച്ചുമുള്ള അന്വേഷണങ്ങളും വരാറുണ്ട്.
കണ്ടെത്താൻ സഹായകമായ 4 മിനി കൺട്രോൾ റൂമുകളുമുണ്ട്. പൂരനഗരിയിൽ നടുവിലാൽ ജംഗ്ഷൻ, ബിനി ജംഗ്ഷനു സമീപമുള്ള പെട്രോൾ പമ്പിനടുത്ത്, ജോയ് ആലുക്കാസ് ജ്വല്ലറിക്ക് സമീപം ജയ ബേക്കറി ജംഗ്ഷനിലും മിനി കൺട്രോൾ റൂമുകൾ ഉണ്ട്. സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മിനി കൺട്രോൾ റൂമുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിക്കുണ്ട്. പൂരം കൺട്രോൾ റൂമിൽ നിന്ന് തത്സമയ മെസ്സേജുകളും നിർദ്ദേശങ്ങളും മിനി കൺട്രോൾ റൂമിലേക്കും പരസ്പരം കൈമാറുമെന്നതിനാൽ അതിവേഗം സഹായം ലഭിക്കാൻ വഴിയൊരുക്കുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് പൂരനഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. ഓരോ പ്രവേശന സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളെ ധരിപ്പിക്കുന്ന റിസ്റ്റ് ബാൻഡിൽ കുട്ടിയുടെ പേര്, രക്ഷിതാവിന്റെ ഫോൺ നമ്പർ എന്നിവയും എഴുതി റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടമാറ്റം കാണാൻ പൂരം കൺട്രോൾ റൂമിന് സമീപം പ്രത്യേക സ്ഥലം സജ്ജമാക്കി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ആം ആദ്മി പ്രവർത്തകർ തൃശൂർ റൗണ്ടിൽ സംഭാരവും കുടിവെള്ളവും സൗജന്യമായി വിതരണം ചെയ്തു. കടുത്ത ചൂടിലും പൂരം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് വേണ്ടി ആം ആദ്മിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി പതിവുള്ള സേവനമാണിത്. സംഭാര വിതരണം വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റാണി ആന്റോ, ഷീബ, സിന്ധു സന്തോഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്നു. കുടിവെള്ള വിതരണം തൃശൂർ, ഒല്ലൂർ മണ്ഡലങ്ങൾ സംയുക്തമായി ആന്റണി തട്ടിൽ, ആനന്ദ്, ജോൺസൺ ഐനിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി. കോൺഗ്രസ് നേതാവായിരുന്ന PS മോഹൻദാസ് അനുസ്മരണം വടക്കാഞ്ചേരിയിൽ നടന്നു. KSN സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണം നഗരസഭ പാർലമെന്ററി പാർട്ടി ഉപനേതാവ് SAA ആസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VG സുരേഷ് കുമാർ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, കൌൺസിലർ KT ജോയ്, അഡ്വക്കേറ്റ് TS മായാദാസ്, O ശ്രീകൃഷ്ണൻ, ബുഷറ റഷീദ്, KK അബൂബക്കർ, ജോണി ചിറ്റിലപ്പള്ളി, KA മഹേഷ്, ഗോപാലകൃഷ്ണൻ നന്ദിലത്ത്, അഡ്വക്കേറ്റ് C വിജയൻ, ചന്ദ്രപ്രകാശ് ഇടമന, ബിജു കൃഷ്ണൻ, MH ഷാനവാസ്, ഫിലിപ്പ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. സ്വർണം ഒറ്റയടിക്ക് വർദ്ധിച്ചത് 2000-ലേറെ രൂപ. സ്വർണ്ണവിലയിലും പൂരാവേശം. പവൻ വില കൊട്ടിക്കയറി. ഒറ്റയടിക്ക് 2000 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 72,200. ഈ മാസത്തെ ഉയർന്ന വിലയാണിത്. ശനിയും ഞായറും മാറ്റമില്ലാതെ തുടർന്ന വിലയിൽ ഇന്നും വർധനവ് രേഖപ്പെടുത്തി. കയ്യിലൊതുങ്ങാതെ കുതിക്കുമെന്ന ഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിൽ 23-ന് ആശ്വാസകരമായ രീതിയിൽ വില കുറഞ്ഞിരുന്നു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച്
വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ കോർപ്പറേഷൻ പൂരദിനത്തിലും പകൽപൂര ദിനത്തിലും 75,000 ലിറ്റർ സൗജന്യ സംഭാരം വിതരണം ചെയ്യും. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 10 കേന്ദ്രങ്ങളിൽ 75,000 ലിറ്റർ സൗജന്യ സംഭാര വിതരണം നടത്തുന്നു. മോര് മിൽമയിൽ നിന്ന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു. തൃശൂർ നഗരത്തിലെ എംഒ റോഡ്, നടുവിലാൽ, മണികണ്ഠനാൽ, ബിനി, രാമവർമ്മ പാർക്ക്, പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻവശം, ജനറൽ ആശുപത്രി, MG റോഡ്, ശക്തൻ സ്റ്റാൻഡ്, വടക്കേ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് സംഭാര വിതരണം. ശക്തമായ ചൂടിൽ ശരീരത്തിൽ നിന്നും ജലനിർജ്ജലീകരണം ഒഴിവാക്കാൻ സംഭാരപാനം ഉപയോഗപ്പെടുത്തണമെന്ന് മേയർ അറിയിച്ചു. തൃശൂർ പൂര ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ 11 പുതിയ വാഹനങ്ങൾ സജ്ജം. കഴിഞ്ഞ 2 മാസക്കാലമായി ഇടതടവില്ലാതെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. പ്രധാനം റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, തെരുവ് വിളക്കുകളുടെ പരിപാലനം ഉറപ്പുവരുത്തുക, ശുചീകരണം പൂർണ്ണമായും നടത്തുക, ദാഹശമനിക്കായി മോരും കുടിവെള്ളവും ഉറപ്പുവരുത്തുക എന്നിവയാണ്. ഈ മേഖലയിലേക്ക് 11 പുതിയ വാഹനങ്ങൾ സജ്ജമാക്കി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് 11 പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ അങ്കണത്തിൽ മേയർ MK വർഗീസ് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരങ്ങളുടെ പൂരമായി തൃശൂർ പൂരം കാണാൻ ജനലക്ഷങ്ങൾ വടക്കുംനാഥന് ചുറ്റും ഒഴുകിയെത്തി. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാവായിരുന്ന PS മോഹൻദാസ് അനുസ്മരണം SAA ആസാദ് ഉദ്ഘാടനം ചെയ്തു. സ്വർണം പവന് ഇന്ന് 2,000 രൂപ വർദ്ധിച്ച് 72,200 രൂപയിലെത്തി. പൂരദിവസം KSRTC പ്രത്യേകമായി സർവീസ് നടത്തുന്നു. സ്ഥിരം സർവീസിന് പുറമെയാണ് സ്പെഷ്യൽ സർവീസുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.